അമ്മേ, ദേ ചേച്ചി വന്നു. ആ, മോളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മൂന്ന വിളിച്ചോ മോളെ? ഒരാളും എവിടെയും വിളിച്ചില്ലമ്മേ. ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസില് പലതവണ ചെന്ന് നോക്കി. എനിക്കാകെ. എന്തൊരു ചെറുക്കനാ ഇവൻ. സ്വപ്നയ്ക്കാണെങ്കിൽ ഉച്ച മുതലൊരു നെഞ്ചുവേദന, ഒരു സ്വസ്ഥതയില്ലാണ്ടായി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയില്ലേ? നീ വന്നിട്ട് നാളെ പോകാമെന്ന് കരുതി. എങ്ങനെയുണ്ട് മോളെ? ഒന്നുമില്ല ചേച്ചി, അമ്മ വെറുതെ ബേജാറാവുന്നതാ. വെറുതെയോ? നമുക്ക് വേണേ ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാമേ. വേണ്ട മോളെ, ഇനി നാളെ മതി. നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്, ഞാൻ ചായ എടുക്കാം. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ എന്നെ മറന്നുപോയ മൂന്തേട്ട. വേണ്ടായിരുന്നു, എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.